ഗതാഗത സൗകര്യമില്ലാതെ കാളവണ്ടി യുഗത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് പത്തനാപുരത്തെ പുന്നല എന്ന മലയോര ഗ്രാമം. പുന്നല ഗ്രാമത്തിലേക്ക് 3 പ്രധാന പാതകളും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പുന്നല നിവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ വള്ളമോ ഹെലികോപ്റ്ററോ വേണമെന്നാണ് നാട്ടുകാരുടെ പരിഹാസം. പത്തനാപുരം MLA-യും വനമന്ത്രിയുമായ KB ഗണേഷ് കുമാർ റോഡ് നവീകരണത്തിൽ കൊണ്ടുവന്ന FDR ടെക്നോളജി വിനയായെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങളുടെ ചെറിയ വാഹനങ്ങൾ സാധാരണക്കാർ ജോലിക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ കുട്ടികൾ ആക്സിഡന്റിൽപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മേഖലയിൽ സംഭവിക്കുന്നത്. വളരെ ദുഷ്കരമായ അവസ്ഥയാണ് പുന്നലയുടെ ജനങ്ങൾ അനുഭവിക്കുന്നത്. പത്തനാപുരം പുന്നല, അലിമുക്ക് പുന്നല, കറവൂർ പുന്നല എന്നിങ്ങനെ 3 വഴികളാണ് പുന്നല ജംഗ്ഷനിലേക്ക് എത്തുന്നത്. ഈ 3 വഴികളിലൂടെ കാൽനട പോലും ദുർഘടമായ സ്ഥിതിയിലാണ്. നിലവിലെ റോഡ് കുഴിച്ചുമാറ്റി ആധുനിക സംവിധാനമായ FDR ടെക്നോളജി ഉപയോഗിച്ച് റോഡ് പാനൽ ചെയ്തു 72 മണിക്കൂറിനകം ടാറിംഗ് പൂർത്തിയാക്കുന്ന സംവിധാനമാണ് FDR ടെക്നോളജി. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക കടമ്പ പോലും കടക്കാൻ കഴിയാതെ പദ്ധതി പാളുകയായിരുന്നു. ഈ ജനങ്ങൾക്ക് പത്തനാപുരത്തോട്ടോ അലിമുക്ക് വഴി പുനലൂരോട്ടോ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിനോടൊപ്പം തന്നെ കടശ്ശേരി മേഖല, മാങ്കോട് പാടം, പടേനിപ്പാറ ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ നിന്നും പുന്നലയിലേക്ക് എത്തിച്ചേരാൻ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായി അവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുകയാണ്. പുന്നലയിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്നില്ല. 3 വഴികളിലൂടെയുമുള്ള കലുങ്ങുകൾ പൊളിച്ച് പകുതി പണിത് നിർത്തിയിരിക്കുകയാണ്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നു. ആകെയുള്ള KSRTC സർവീസും റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം നിർത്തുന്ന അവസ്ഥയിലാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ പത്തനാപുരം MLA-യുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥയാണ് ഉണ്ടാകുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ന്യൂസ് 18 പത്തനാപുരം. തൊടുപുഴയിൽ കടയിൽ കയറി തെരുവ് നായയുടെ ആക്രമണം, 5 പേർക്ക് പരിക്കേറ്റു. കലൂരിൽ കടയിൽ നിന്ന് 5 പേരെയാണ് തെരുവ് നായ കടിച്ചത്. പരിക്കേറ്റവർ തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് നേരത്തെയും തെരുവ് നായ ആക്രമണം ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. കലൂർ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലൂർ സെൻറ് ജോൺസ് ചർച്ചിൻ്റെ നേരെ അടുത്ത് IMH ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലെ ജംഗ്ഷനിലാണ് ആദ്യമേ ഈ സംഭവം വരുന്നത്. കടയുടെ സൈഡിൽ ഇരുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെ റോഡിലൂടെ പോയ സംഭവം പെട്ടെന്ന് കയറി വന്ന് കടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ കൂടിയിരുന്നവരെല്ലാവരും കൈ കിട്ടിയതെടുത്തെടുത്ത് അടിച്ച് ഓടിച്ചു. പക്ഷേ ആ സംഭവം മാറി താഴോട്ട് പോയിട്ട് താഴെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വിൽസൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, ആ പുള്ളിയെ കടിച്ചു. അതിനുശേഷം ബേബി എന്ന് പറയുന്ന ഒരു ചേട്ടനെ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ പോയി കടിച്ചു. ഇവിടെ തൊട്ടടുത്ത് സ്കൂളുണ്ട്. സ്കൂളിലെ കുട്ടികളെ ഞങ്ങളിപ്പോൾ വിളിച്ച് വന്ന് അവിടെ HM പറഞ്ഞ് സ്കൂളിലെ കുട്ടികൾ പുറത്തിറങ്ങാതെ അകത്ത് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഒരു ഭീകരാവസ്ഥയാണ്. എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കൊട്ടാരക്കര പുത്തൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 8 വയസ്സുകാരി അടക്കം 6 പേർക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 6 പേരെ കടിച്ചതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടി. ഒരാളെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുത്തൂരിൽ ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു തെരുവുനായയുടെ ആക്രമണം. പഴവറയിൽ ബസ്സിറങ്ങി ചെറമങ്ങാടേക്ക് നടന്നുപോയ വിദ്യാർത്ഥിനിയെയാണ് ആദ്യം തെരുവുനായ ആക്രമിച്ചത്. രക്ഷിക്കാനായി എത്തിയ അനീഷ് എന്ന യുവാവിനും കടിയേറ്റു. ആദ്യം കൊച്ചിനെ കടിക്കുന്നതിൻ്റെ ഒരു ബഹളം കേട്ട് കൊച്ചു കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. അത് കണ്ടോണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നത്. അടിച്ചൊരു ഇച്ചിരി ഒരു മിനിറ്റ്, ഒരു 2 സെക്കൻഡ് ഇങ്ങനെ തൂക്കി കിടക്കുക. ഉടുപ്പിൻ്റെ ഇതിൽ തുണിയെല്ലാം അവിടെ കീറിയപ്പോൾ പല്ലെല്ലാം തുടങ്ങിയത് അതിൻ്റെ. വീടിന് സമീപം മുത്തുജനൊപ്പം നിന്ന 8 വയസ്സുകാരി ഗായന്തിക രതീഷിനെ തെരുവുനായ കടിച്ചു. കുട്ടിയുടെ വയറിൽ മുറിവേറ്റു. ഗുരുതരമായതിനാൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വീടിന് സമീപം നടന്നുപോയ 50 വയസ്സുകാരി സിന്ധു എന്ന വീട്ടമ്മയുടെ കൈവിരലിൽ നായ കടിച്ചു. നിലവിളിച്ചതോടെ ഓടിപ്പോയ നായ നേഹ എന്ന വിദ്യാർത്ഥിനിയെയും കടിച്ചു. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നായിരുന്നു കൊച്ചിനെ വിളിക്കാനായിട്ട്. അങ്ങനെ ഇറങ്ങി വന്നപ്പം വഴി വെച്ച് ഒരു പട്ടി ഇങ്ങോട്ട് വരുന്നു. ഞാൻ പട്ടി ഇങ്ങനെ ഞാനങ്ങ് പട്ടി അനങ്ങാതെ അങ്ങ് പോവുക. അന്നേരം ഞാൻ ഇങ്ങോട്ട് സൈഡ് മാറിയപ്പോൾ ഇത് പോയ പോക്കിലൊരു കപ്പ് കൊപ്പി അങ്ങ് കടിച്ചിഞ്ഞ് പറിച്ച്. ഞാൻ അന്നേരം കൈ എടുത്ത് കുടഞ്ഞപ്പോൾ ഞാൻ അവിടെ കിടന്ന് വിളിച്ചു ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു അന്നേരം ഓടി പട്ടി വന്നത്. ഞാനിങ്ങനെ കടയിൽ പോയിട്ട് വരുമായിരുന്നു. കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചേച്ചി കടിച്ച്. ആ ചേച്ചി ശാസ്താംകോട്ട ഹോസ്പിറ്റലിൽ പോയി.
അങ്ങനെ ആ ചേച്ചി കയ്യിരുന്ന് ബാഗ് വെച്ച് അടിച്ചത് അങ്ങോട്ട്. അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് ഞാനിപ്പുറത്ത് നിന്നെയാ, അങ്ങനെ ഓടി വന്ന് എന്നെയും കടിച്ചു. അപ്പൊ എന്നെ കടിച്ച കണ്ട ഒരു ചേട്ടനും വന്നായിരുന്നു, ആ ചേട്ടനെയും കടിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ അവിടെ നിന്നിപ്പോ ചവിട്ടിയപ്പോ അത് പോയി. പക്ഷെ ആ മാമന് നല്ല രീതിയിൽ കൈക്ക് വന്നായിരുന്നു. പുത്തൂരിലെ കാരിക്കൽ, തെക്കുംചേരി, പഴവറ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 6 പേർക്ക് തെരുവുനായ ആക്രമണമുണ്ടായി. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ പോയി മടങ്ങി വന്ന വീട്ടമ്മയെയും ചെറുമകളെയും തെരുവുനായ ആക്രമിച്ചത്. പ്രദേശത്ത് തെരുവുനായകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയായി മാറുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര.